ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അനേകം കുട്ടികളുടെ മേൽ ദൈവം കൃപ വർഷിക്കുന്ന ഒരു സുദിനമാണ്. ഒരു കുട്ടിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് നിത്യ ജൂഡ്. ഞാൻ എറണാകുളം സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്ന് വരുന്നു. ഞാൻ ഈ വർഷം 12ാം ക്ലാസ് പാസ്സായി. ഞാൻ സയൻസ് സ്ട്രീമാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് സ്കൂളിൽ നടത്തിയ എല്ലാ പരീക്ഷകളിലും വളരെ മോശപ്പെട്ട മാർക്കാണ് ലഭിച്ചത്. മോഡൽസിനൊക്കെ വളരെ മോശപ്പെട്ട മാർക്കാണ് ലഭിച്ചത്. എനിക്കപ്പോൾ പരീക്ഷകളെ ഭയങ്കരമായിട്ടും ഭയപ്പെട്ടു. എനിക്ക് ഉയർന്ന മാർക്ക് ചോദിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാൻ പോലും ധൈര്യം ഉണ്ടായില്ല. ടീച്ചേഴ്സൊക്കെ പറഞ്ഞത് എനിക്കിപ്പോൾ 60-70% കിട്ടിയിരുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു എത്രയും നല്ലോണം പഠിച്ചാലും ഒരു 5% കൂടത്തുള്ളൂ എന്ന്. അമ്മ അത് കേട്ടിട്ട് അഭിഷേകാഗ്നിയുടെ മറൈൻ ഡ്രൈവ് ബൈബിൾ കൺവെൻഷനിൽ എനിക്ക് വേണ്ടി 5 ദിവസവും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേരുകയും ചെയ്തു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും യൂട്യൂബിൽ അഭിഷേകാഗ്നിയുടെ പ്രോഗ്രാം കാണുകയും ഉണ്ടായി. എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ സ്കൂളിലെ എന്നെപ്പോലെ പുറകോട്ട് നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഞാൻ ഈശോയോട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ സ്കൂളിൽ ഏറ്റവും മികച്ച വിജയമാണ് നൽകിയത്. പുറകു നിൽക്കുന്ന പിള്ളേർക്ക് പോലും 90% മുകളിലാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും പാടായിരുന്ന വിഷയമായിരുന്നു ഫിസിക്സ്. അതിനെനിക്ക് A+ നേടിത്തന്നു ഈശോ. എനിക്ക് 93% ഈശോ എനിക്ക് നൽകി. ഹല്ലേലൂയ. യേശു ആ ബുദ്ധി അങ്ങോട്ട് പരീക്ഷയുടെ തടസ്സം അങ്ങോട്ട് മാറ്റി നല്ല റിസൾട്ട് കൊടുത്തത്. എനിക്ക് എൻ്റെ സ്കൂളിലെ റിപ്പോർട്ട് കാർഡിൽ Aയും A+ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ബോർഡിൻ്റെ എക്സാം വന്നപ്പോൾ Aയും A+ മാത്രമേ ഉള്ളൂ. വേറൊരു ഗ്രേഡ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ പോലും ഒരു A+ കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായില്ല. പക്ഷേ അഭിഷേകാഗ്നി കണ്ട് എല്ലാ ദിവസവും യൂട്യൂബിലൂടെ അഭിഷേകാഗ്നി കണ്ടങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച് എന്നിട്ട് ബോർഡ് എക്സാം കൂടെ എഴുതി നോക്കുമ്പോൾ പിന്നെ Aയും A+ മാത്രമേ ഉള്ളൂ. അതേപോലെ ദൈവം നല്ല റിസൾട്ട് കൊടുത്ത് അങ്ങോട്ട് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ ബാലികാബാലന്മാരും വിദ്യാർത്ഥിനികൾ യുവതി യുവാക്കന്മാരും അപേക്ഷിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബത്തോട് ചേർന്ന് നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ ദൈവം തൻ്റെ വചനത്താൽ അവരുടെ ജീവിതത്തിൽ നിന്ന് അന്ധകാരങ്ങളെ നീക്കുന്നു, അലസത മാറ്റുന്നു, ഭയം മാറ്റുന്നു, രോഗങ്ങൾ മാറ്റുന്നു, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ സമയം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സാധിക്കുന്നത് പോലെ ആത്മാർത്ഥതയോടെ ഈ സമയത്ത് പ്രാർത്ഥിക്കുക. കുട്ടികളെ, ഇന്ന് ഈശോയുടെ അനുഗ്രഹം ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥന ഒരു വേദിയായി മാറട്ടെ. അപ്പനും അമ്മയോട് കൂടെ എളിമപ്പെട്ട് യോജിച്ച് നിൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹോളി 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 ഹോളി. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ, കൃപയുടെ ആത്മാവേ, ജ്ഞാനം നൽകുന്ന ആത്മാവേ, ഹോളി 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 ഹോളി. പറയണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പുതിയൊരു ജീവൻ, പുതിയൊരു ഹൃദയം ആത്മാവേ എന്നിൽ നൽകണമേ. പുതിയൊരു ജീവൻ, പുതിയൊരു ഹൃദയം ആത്മാവേ എന്നിൽ നൽകണമേ. അറിവിൻ വരവും ജ്ഞാനവരവും വിവേകത്തിൻ നിറവും നൽകണമേ. അറിവിൻ വരവും ജ്ഞാനവരവും വിവേകത്തിൻ നിറവും നൽകണമേ. വരദാനങ്ങൾ ചൊരിയണമേ. ആത്മാവേ എന്നിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ആത്മാവേ എന്നിൽ നിറയണമേ. വലിയ ആത്മാവേ എന്നിൽ
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ, കുടുംബങ്ങൾ അഭിഷേകം കൊണ്ട് നിറയട്ടെ, ശുശ്രൂഷകർ അഭിഷേകം കൊണ്ട് നിറയട്ടെ, ബാലികാബാലന്മാർ അഭിഷേകം കൊണ്ട് നിറയട്ടെ, രോഗികൾ മേൽ അത്ഭുത ശക്തി ആവസിക്കട്ടെ, കുടുംബങ്ങൾ ഇപ്പോൾ പ്രകാശിക്കട്ടെ, അന്ധകാരങ്ങൾ നീങ്ങട്ടെ, ദുഃഖഭാരങ്ങൾ ഒഴിയട്ടെ, പിശാചിന്റെ പീഡ വിട്ടുപോകട്ടെ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ആത്മാവേ, റൂഹായേ, എന്നിൽ നിറയണമേ. ആത്മാവേ, ദൈവമക്കൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, 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 ആത്മാവേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ. നിറയണമേ പരിശുദ്ധാത്മാവേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും സീറ്റുകളിലേക്ക് ഇരിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കരയാൻ പാടില്ലെന്നോ. വിശുദ്ധ ബൈബിളിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ വലിയ ശക്തിയെക്കുറിച്ച് നിരവധി ദൈവവചന ഭാഗങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിലൊരു പ്രധാന ഭാഗമാണ് തോബിത്തിൻ്റെ പുസ്തകം. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: തോബിത്തിൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 3-ാമത്തെ അധ്യായം അതിൽ 1-ാമത്തെ വാക്യം വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്: ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു, ഹൃദയവ്യഥയോടെ ഞാൻ പ്രാർത്ഥിച്ചു. Book of Tobit, chapter 3, verse 1. NAB Bible, we read like this: Then, sad at heart, I groaned and wept aloud. With the sobs, I began to pray. With sobs, I began to pray. I wept aloud. ഞാൻ ദുഃഖഭാരത്തോടെ ഉച്ചത്തിൽ നിലവിളിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വിശുദ്ധ ലിഖിതങ്ങളിൽ കാണുന്ന ഒരു രീതിയാണ് ദുഃഖഭാരത്തോടെ, ഹൃദയഭാരത്തോടെ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് അപ്പോൾ തന്നെ റിസൾട്ടാണ്. തോബിത്ത് എന്ന് പറഞ്ഞ വ്യക്തി തീരെ നിസ്സാരമായ അല്ലെങ്കിൽ എന്തെങ്കിലും വഴി ഉഴപ്പി നടക്കുന്നൊരു വ്യക്തിയല്ല. ഒരു വലിയ മനുഷ്യൻ, വിശുദ്ധിയുടെ തികവിൽ നിൽക്കുന്നൊരു മനുഷ്യൻ, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ജീവിതകാലം മുഴുവൻ കണ്ണിൽ എണ്ണയൊഴിച്ച് ഉത്സാഹിക്കുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ വഴികളിൽ നടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവവുമായി ഐക്യത്തിൽ ജീവിക്കാൻ വേണ്ടി വില കൊടുക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പോലും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ കയ്യും കെട്ടി അങ്ങനെ നിശബ്ദം അങ്ങനെയല്ല, പൊട്ടിക്കരഞ്ഞ് ഹൃദയവേദയോടെ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന തോബിത്ത്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ, കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ വളരെ പെട്ടെന്ന് ദൈവം ഇടപെടുന്നതായി ബൈബിളിൽ കാണുന്നുണ്ട്. തോബിത്തിന്റെ പ്രാർത്ഥന പെട്ടെന്ന് ഉത്തരം കൊണ്ടുവന്നു. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ പേര് നിമ്മി സിജോ. ഞാൻ വൈറ്റിലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മോൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. എൻ്റെ മോൻ്റെ പേര് റിക്ക് ആൻ്റണി. അവന് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് 9-ാം മാസം സ്കാനിങ്ങിലാണ് അറിയണത്.
അവന്റെ കിഡ്നി, ലെഫ്റ്റ് സൈഡിലെ കിഡ്നി വലുതായിരുന്നു. 9ാം മാസത്തിൽ സ്കാനിങ് നടത്തുമ്പോൾ ആ കുട്ടിയുടെ കിഡ്നി വലുതായിരിക്കുക. അപ്പൊ ഡോക്ടർമാർ പറഞ്ഞു കൊച്ചു പുറത്ത് വന്നാലേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പിറ്റേ ആഴ്ചയായിരുന്നു ഡെലിവറി. അത് കഴിഞ്ഞ് 3ാം ദിവസം തൊട്ട് എൻ്റെ മോനെ സ്കാൻ ചെയ്യാൻ തുടങ്ങിയ. ഞങ്ങൾക്ക് സാധാരണ ആദ്യത്തെ കുട്ടികളുണ്ടാകുമ്പോൾ മാതാപിതാക്കളൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. ഞങ്ങൾ മോനെല്ലായിട്ട് സന്തോഷിച്ചിട്ടില്ല. എന്നും ദുഃഖം, എന്നും സ്കാനിങ്. 3ാം ദിവസം തൊട്ട് സ്കാനിങ് തുടങ്ങിയതാ. ചികിത്സ, മരുന്ന്, ഇഞ്ചക്ഷൻ. അത് 3ാം ദിവസം തൊട്ട് സ്കാനിങ് തുടങ്ങിയിട്ട് 2 വയസ്സ് വരെ അവൻ 6 സ്കാനിങ് ചെയ്ത്. അപ്പൊ ഞാനാണെങ്കിൽ അഭിഷേകാഗ്നി അന്നേരം തൊട്ടാണ് കാണാൻ തുടങ്ങിയത്. അങ്ങനെ അഭിഷേകാഗ്നി അങ്ങനെ 2 വയസ്സ് വരെ ആയി കഴിഞ്ഞപ്പോ ദൈവം ആരിലൂടെ അഭിഷേകാഗ്നിനെ കുറിച്ച് അറിയിപ്പ് കൊടുത്ത് അങ്ങനെ ഇവർ അഭിഷേകാഗ്നി കാണാൻ തുടങ്ങി. അപ്പൊ ഹസ്ബൻഡ് ദുബായിലാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തും പറഞ്ഞു, അദ്ദേഹം നെറ്റിലിരുന്ന് കാണാൻ തുടങ്ങി. ഞങ്ങൾ അങ്ങനെ എല്ലാവരും ഇവർ ഇവിടെ ഇരുന്ന് കാണും, ഹസ്ബൻഡ് അവിടെ നെറ്റില് വെബ്സൈറ്റില് നെറ്റില് ചെയ്ത് അഭിഷേകാഗ്നി കാണാം. അങ്ങനെ 2 വർഷമായിട്ട് സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങി. കഴിഞ്ഞ 2015 മറൈൻ ഡ്രൈവിൽ അച്ഛൻ്റെ ധ്യാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വന്ന് ഞാൻ ഹൈക്കോർട്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് അച്ഛൻ്റെ ഒച്ച കേട്ടിട്ട് എനിക്ക് നടക്കാൻ പറ്റില്ല. ഞാൻ കരഞ്ഞുകൊണ്ടാവുന്നത്. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് കുറച്ചു ദൂരം നടക്കണം. അപ്പൊ ബസ് ഇറങ്ങി ഹൈക്കോർട്ട് ജംഗ്ഷനിൽ അപ്പോ സ്വരം കേൾക്കുക അല്ലേ, മൈക്കിൽ കൂടെ അച്ഛന്റെ സ്വരം കേട്ടപ്പോ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റണ്ടായിരുന്നില്ല. ഞാൻ വഴി കൂടെ ഞാൻ കരഞ്ഞു. ആ ഹൈവേ റോട്ടിൽ കൂടെ ഈ അമ്മ കരഞ്ഞോണ്ട് വരിക. അങ്ങനെ ഞാൻ അന്ന് പ്രാർത്ഥിച്ചപ്പം അച്ഛൻ എല്ലാ അസുഖങ്ങളും പറയുന്നുണ്ട്, കിഡ്നിയുടെ കാര്യം മാത്രം അച്ഛൻ പറയുള്ളൂ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കണേ അച്ഛനത് പറയണേ. അങ്ങനെ അത് കഴിഞ്ഞ് 5 ദിവസം ഞാൻ ധ്യാനം കൂടി. ആ ഞായറാഴ്ച രാത്രി അഭിഷേകാഗ്നി കാണുമ്പോൾ മോൻ വണ്ടി കിടന്ന് ഉറങ്ങണിരുന്നു. ഞാനപ്പോൾ അവനെ ഉറക്കി കിടത്തിക്കൊണ്ട് ഞാൻ കാണണിരുന്നു. അപ്പം അച്ഛൻ അന്ന് രോഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോന് പെട്ടെന്ന് ഇങ്ങനെ നെറുകെ കയറിയ പോലെ അവൻ എണീറ്റ് പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് അഭിഷേക സമയത്ത്. അപ്പൊ എനിക്ക് വിശ്വാസമായി അത് മാറിയെന്ന്. അന്നേരം അവന് 1.25 വയസ്സുണ്ട്. 2 വയസ്സിൽ സ്കാനിങ്ങിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവൻ എന്താ അസുഖമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. മോൻ എന്താ അസുഖം സ്ഥിരമായി ചെക്കപ്പ് ചെയ്യുന്ന ഡോക്ടർ പിന്നെ കൊണ്ടുചെന്ന് ഇവന് ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞ ഇവൻ എന്താ അസുഖം എന്ന് മനസ്സിലാകില്ല. ഇവൻ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുക. അതേപോലെ അല്ലേ ഡോക്ടർ എന്താ ചോദിച്ചത്, ഇവൻ എന്താ? ഡോക്ടർ ചോദിച്ചു മോൻ എന്താ അസുഖം. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ കിഡ്നി വലുതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു സർജറി ചെയ്താ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല ചെയ്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോൻ അസുഖം മാറി. ഇപ്പോഴാണ് ഞാനൊന്നും മനസ്സറിഞ്ഞ് ഞാനും എൻ്റെ ഭർത്താവും എല്ലാവരും സന്തോഷിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് സന്തോഷമായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു ദൈവ പൈതൽ കരഞ്ഞത് കേട്ടോ, ഈ ഒരു ദൈവ പൈതൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചത് കണ്ട. രാജാക്കന്മാർ 2-ാം പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങൾ. 2 Kings chapter 20 verses 1 to 5. അവിടെ നമ്മൾ കാണുന്നത് ഹെസക്കിയ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ അനുഭവമാണ്. ആ രാജാവിൻ്റെ സന്നിധിയിലേക്ക് ദൈവം യേശയ്യാ പ്രവാചകൻ അയച്ചു. യേശയ്യാ പ്രവാചകൻ ഈ രാജാവിനോട് പറഞ്ഞു, രാജാവേ നീ മരിക്കും, നിന്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊള്ളുക. അപ്പോൾ ഈ ഹെസക്കിയ രാജാവ് ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം കാണുന്നുണ്ട്. രാജാക്കന്മാർ 2-ാം പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായും ആണ് അങ്ങയുടെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2 Kings chapter 20 verse 3, there we read like this: Remember now, O Lord, I beseech thee, how I have walked before thee in faithfulness and with a whole heart, and have done what is good in thy sight. And Hezekiah wept bitterly. Hezekiah wept bitterly.
അവൻ കൈപ്പോടെ കരഞ്ഞു, അവൻ ഹൃദയഭാരത്തോടെ കരഞ്ഞു, കണ്ണുനീരോടെ പ്രാർത്ഥനകൾ ദൈവ സന്നിധിയിലേക്ക് സമർപ്പിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടായി. അടുത്ത വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? യേശയ്യ കൊട്ടാരാങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ കർത്താവിന് അരുളപ്പാടുണ്ടായി. ആ യേശയ്യ തിരിച്ചു വന്ന് പറഞ്ഞു, ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടി ദീർഘിപ്പിച്ചിരിക്കുന്നു. 2 Kings chapter 20 verse 5. Turn back and say to Hezekiah, the prince of my people, thus says the Lord, the God of David your father, I have heard your prayer, I have seen your tears. Behold, and I will heal you. On the 3rd day you shall go up to the house of the Lord. Behold, I will heal you. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം തന്നെ വെളിപ്പെടുത്തിയതാണ് മരിക്കും, വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊള്ളുക, ഉടനെ മരിക്കും. യെസക്കിയായുടെ കണ്ണുനീർ ദൈവ സന്നിധിയിൽ എത്തുകയാണ്. പ്രാർത്ഥന ദൈവ സന്നിധിയിൽ സ്വീകാര്യമാക്കുകയാണ്. യെസക്കിയ അല്ലാതെ പല വിധത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. രോഗമല്ലേ, കുറെ നാളായിട്ടുള്ള പ്രശ്നമല്ലേ, പല വിധത്തിൽ പ്രാർത്ഥിച്ചു കാണും. പക്ഷേ കണ്ണുനീർ, അന്ന് വരെ ആ പ്രാർത്ഥന ദൈവസന്നിധി റിസൾട്ട് കൊണ്ടുവന്നില്ല. പക്ഷെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചപ്പോൾ ആ കണ്ണുനീർ ആ പ്രാർത്ഥനയെ സ്വീകാര്യമാക്കി. ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവവചനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ജോബിന്റെ പുസ്തകം 16-ാം അധ്യായം 20-21 വാക്യങ്ങൾ. എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, എൻ്റെ കണ്ണുകൾ ദൈവ സന്നിധിയിൽ കണ്ണുനീർ പൊഴിക്കുന്നു. ജോബ് തീരെ നിസ്സാരനായ വ്യക്തിയായിരുന്നില്ല, ദൈവത്തിന് സ്വീകാരനായ മനുഷ്യൻ. ഈ ജോബിനെ കുറിച്ച് ബൈബിളിൽ ദൈവം തന്നെ ചോദിക്കുന്നത് എങ്ങനെയാണ്? സാത്താനോട് ദൈവം ചോദിക്കുകയാണ്, എൻ്റെ ദാസൻ ജോബിനെ നീ കണ്ടോ? അവനെ പോലെ വിശ്വസ്തനും നിഷ്കളങ്കനുമായി ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ദൈവ അഭിമാനം കൊണ്ട് ചോദിക്കാൻ തക്ക വിധം ജോബിന്റെ ജീവിതം നിർമ്മലമായിരുന്നു. പക്ഷെ ഒരു കഷ്ടത, ഒരു പ്രത്യേക സാഹചര്യം. ആ സാഹചര്യത്തിൽ ജോബ് പ്രാർത്ഥിക്കുന്ന രീതി ബൈബിൾ വായിക്കുകയാണ്, എൻ്റെ കണ്ണുകൾ അവിരാമം കണ്ണുനീർ പൊഴിക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ 55-ാം അധ്യായം 17-ാം തിരുലിഖിതം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും, അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും. Psalms 55 verse 17. Evening and morning and at noon I utter my complaint and mourn, and he will hear my voice. I will mourn, I will weep. He wept bitterly. പ്രഭാതത്തിലും പ്രദോഷത്തിലും മധ്യാഹ്നത്തിലും ഞാൻ എൻ്റെ കർത്താവിന് മുമ്പിൽ വാവിട്ട് കരയും, ഞാൻ ആവലാതിപ്പെട്ട് കരയും, അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും. 55-ാം സങ്കീർത്തനത്തിൽ 17-ാം വാക്യത്തിൽ ദൈവവചനം നമുക്കൊരു വെളിപ്പെടുത്തൽ നൽകുകയാണ്. സങ്കീർത്തന പുസ്തകം 56-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവിടുന്ന് എൻ്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അത് അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകാതെ ഒരു കോടതിയിൽ ജഡ്ജിയുടെ മുമ്പിൽ ഒരു വക്കീല് വാദിക്കുന്നത് പോലെ കർത്താവിന് മുമ്പിൽ നിന്ന് മാറിപ്പോകാതെ നമുക്ക് വേണ്ടി നിരന്തരം വാദിക്കുന്ന, നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വക്കീലിനെ പോലെയാണ് നമ്മുടെ ഓരോ തുള്ളി കണ്ണുനീരും ദൈവമായ കർത്താവിൻ്റെ അത്യുന്നത ദൈവത്തിൻ്റെ സന്നിധിയെങ്കിൽ അത് അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. Psalms 56 verse 8. Thou hast kept count of my tossings. Put thou my tears in thy bottle. Are they not in thy look? Are they not in thy look? അങ്ങയുടെ ഗ്രന്ഥത്തിൽ, അങ്ങയുടെ സന്നിധിയിൽ അവയുണ്ടല്ലോ. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ വലിയ അഹങ്കാരത്തോടും നെകളത്തോടും കൂടെ കാലുമേ കാലും കെട്ടി വെച്ചിരുന്ന്, അല്ലെങ്കിൽ കൈയും കെട്ടിയിരുന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും പല വിചാരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന രീതികളൊക്കെ നമ്മൾ കുറച്ച് മാറ്റണം. മുട്ടമേൽ നിന്ന് പ്രാർത്ഥിക്കുക, കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുക, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക, പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുക, നിലവിളിച്ച് പ്രാർത്ഥിക്കുക, കണ്ണുനീരിൽ കുതിർന്ന് പ്രാർത്ഥിക്കുക. ഇതിനൊക്കെ സ്ഥാനമുണ്ട്, ഇതിനൊക്കെ വിലയുണ്ട്, ഇതിനൊക്കെ പ്രസക്തിയുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹാഗാറിന്റെ കരച്ചിലിന്റെ സ്വരം ദൈവസന്നിധിയിൽ ചെന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ വായിച്ചിട്ടില്ലേ? പുറപ്പാടിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം മുതൽ കാണുന്നൊരു കാര്യമുണ്ട്. ദൈവജനം ഫറവോയുടെ കീഴിൽ ക്രൂരന്മാരായ മേലാളന്മാരുടെ കിരാതമായ ആ ഒരു കഠിന നേതൃത്വത്തിൽ കണ്ണുനീരിൽ കുതിർന്നു. അവരുടെ കരച്ചിലിന്റെ സ്വരം ദൈവസന്നിധിയിലെത്തി. ഇതാ ദൈവം ദൂതനെ മോശയുടെ പക്കലേക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ ജനത്തിന്റെ കരച്ചിലിന്റെ സ്വരം എൻ്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. കരച്ചിലിന്റെ സ്വരം, പ്രാർത്ഥനയുടെ സ്വരം കരച്ചിലിന്റെ സ്വരമായി മാറി. ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇവരുടെ ഈ കണ്ണുനീര് പരിഹരിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹാഗാറിന്റെ കരച്ചിലിന്റെ സ്വരം റിസൾട്ട് കൊണ്ടുവന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തത്തിന് കീഴ്പ്പെടുന്ന ദൈവജനത്തിന്റെ കരച്ചിലിന്റെ സ്വരം റിസൾട്ട് കൊണ്ടുവന്നു. സൂസന്നയുടെ കരച്ചിലിന്റെ സ്വരം റിസൾട്ട് കൊണ്ടുവന്നു. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കുടുംബങ്ങളിലെ ഓരോ പ്രയാസങ്ങളിലും കുടുംബം ഒന്നിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ കൃപയുണ്ടാകട്ടെ. വിദ്യാർത്ഥിനികളെ, ബുദ്ധിമുട്ടുകളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വാതന്ത്ര്യത്തോടെ ഒരു അപ്പൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞെന്ന പോലെ ഹൃദയ സ്വാതന്ത്ര്യത്തോടെ വ്യാപരിക്കാൻ കർത്താവിൻ്റെ ഒരു കൃപ ഇപ്പോൾ ജീവിതത്തിലേക്ക് നിറയട്ടെ. രോഗികളുടെ ആ രോഗാവസ്ഥയിൽ, വേദനയിൽ, ഹൃദയത്തിൽ എന്ത് വിഷമമാണോ അതെല്ലാം കണ്ണുനീരായി ദൈവസന്നിധിയിലേക്ക് ഒഴുക്കാൻ ഒരു കൃപ, ഒരു ധാരധാരയായി ഒഴുക്കാൻ എൻ്റെ ഹൃദയം ജലധാര പോലെ ഞാൻ കോരിച്ചൊരിയുമെന്ന് വിലാപത്തിന്റെ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? 2 കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു. എല്ലാ ദൈവമക്കളും ഇപ്പോൾ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതൊരു കൃപയാണ്. ഗിഫ്റ്റ്സ് ഓഫ് ടിയേഴ്സ്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവമേ കുടുംബങ്ങൾക്ക് നൽകണമേ. ദൈവമേ തകർന്ന മക്കൾക്ക് നൽകണമേ. സർവ്വ മക്കൾക്ക് നൽകണമേ. അങ്ങയുടെ സന്നിധിയിൽ വലിയ കണ്ണുനീരോടും വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിക്കാൻ, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സ്വന്തം ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, സ്വന്തം പാപത്തിന് വേണ്ടി, സ്വന്തം രോഗങ്ങൾ മാറാൻ, സ്വന്തം തിന്മകൾ മാറാൻ, തഴക്കദോഷങ്ങൾ മാറാൻ, ദുശീലങ്ങൾ മാറാൻ, തടസ്സങ്ങൾ മാറാൻ, അനുഗ്രഹിക്കപ്പെടാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ അഭിഷേകം നിറയട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ. ഓ പിതാവേ, ഞാനിതാ കരഞ്ഞ് നിലവിളിക്കുന്നു. ഈ നിമിഷം എന്റെ കുടുംബത്തിലേക്ക് ഇടപെടണമേ. ഞാനിതാ വിളിക്കുന്നു യേശുവേ, 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 യേശുവേ. കൈകൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, പിതാവേ, യേശുവേ, യേശുവേ, യേശുവേ. ജീസസ്, ജീസസ്. നീല
ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിറമിഴിയോടെ നിൽക്കുന്നു ഞാൻ, നീറുന്ന മനസ്സുമായി അരികിൽ വന്നു നീ, നിന്നാശ്വാസം പകരണേ. വാവായെന്നീശോയേ, വാവായെന്നാഥനേ, എന്നരികിൽ വന്നു നീ സാന്ത്വനം പകരണേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയഭാരങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഓരോരുത്തരും അവരവരുടെ ഹൃദയഭാരങ്ങൾ ദൈവസന്നിധിയിലേക്ക് പങ്കുവെക്കുക. യേശുവേ, എൻ്റെ ദൈവമേ, അവിടുന്ന് എനിക്ക് എന്നും മതിയായവനാണ്. ഇരു കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, യേശുവേ, ദൈവമേ, നീ എന്നും മതിയായവൻ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ, എന്റെ യേശുവേ. ദൈവമേ, ഞാനിതാ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, മതിയായവൻ. എന്റെ നിലവിളി കേൾക്കണമേ യേശുവേ, യേശുവേ, സ്പർശിക്കണമേ. ദൈവമേ, നീ എന്നും മതിയായവൻ. നീ എന്നും മതിയായവൻ. നീ എന്നും അഗ്നിയിൽ അഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ, കൃപയുടെ അഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ. ആദിമസഭയിലെ അഭിഷേകം പോൽ ഇന്നു നീ നിറയണമേ. ആദിമസഭയിലെ അഭിഷേകം